സകാശ് എന്നത് സൂക്ഷ്മവും ശുദ്ധവും ശക്തിശാലിയുമായ വൈബ്രേഷനാണ്. സകാശ് സുപ്രീം എനർജിയാണ്. ഒരു സങ്കല്പം രചിക്കുമ്പോൾ അതിലൂടെ സ്ഥിതിയും മനോവൃത്തിയും ഉണ്ടാകുന്നു. മനോവൃത്തിയിലൂടെ വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ് എന്ന സങ്കല്പം കൊണ്ടുവരൂ. ഈ സ്മൃതിയിലൂടെ ശാന്ത സ്വരൂപ സ്ഥിതിയും വൃത്തിയിലൂടെ വൈബ്രേഷനും ഉണ്ടാകുന്നു. സ്മൃതിയും സ്ഥിതിയും വൃത്തിയും സംസ്കാരവും അനുസരിച്ച് വൈബ്രേഷൻ നല്ലതോ മോശമോ ആകാം. വൈബ്രേഷൻസ് സ്വാഭാവികമായും വരും. അതേപോലെ ബോധപൂർവം വ്യാപിപ്പിക്കുവാനും സാധിക്കും. ഭയത്തിൻ്റെ വൈബ്രേഷൻസ് വിഘ്നങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ പവിത്രതയുടെ വൈബ്രേഷൻസ് സഫലതയെ ആകർഷിക്കും. സ്നേഹത്തിൻ്റെ വൈബ്രേഷൻസ് ബന്ധങ്ങളെ ഹീൽ ചെയ്യും. വൈബ്രേഷൻസ് പുറപ്പെടുന്നതും ഒരു സൂക്ഷ്മ അദൃശ്യ കർമ്മമാണ്. ആത്മാവിൽ നിന്നും വരുന്ന വൈബ്രേഷൻസ് പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും കണക്കുകൾ സൃഷ്ടിക്കും. അതിനാൽ നമ്മളിൽ നിന്നും വരുന്ന വൈബ്രേഷൻസ് സദാ നല്ലതായിരിക്കണം. സാധാരണ വൈബ്രേഷൻസ് എന്നതിലുപരി സകാശ് എന്നത് സുപ്രീം എനർജി വൈബ്രേഷനാണ്. സകാശിൽ സുപ്രീം പവർ, സുപ്രീം പീസ്, സുപ്രീം ലവ്, സുപ്രീം ബ്ലിസ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്നു. സകാശിലൂടെയുള്ള സേവനമാണ് മനസ്സാ സേവനം. സകാശിലൂടെയുള്ള സേവനം ചെയ്യുന്നതിനു വേണ്ടി ബാബയിൽ നിന്നും സകാശ് എടുക്കണം. ഇതിനു വേണ്ടി ആദ്യം ആത്മബോധം കൊണ്ടുവരണം. അശരീരി ആകണം. ഞാൻ ആത്മാവ് മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. പിന്നെ ബാബയുമായി മനസ്സിനെ കണക്ട് ചെയ്യണം. ബ്രഹ്മലോകത്തിൽ ശിവ് ബാബയുടെ ജ്യോതി രൂപത്തിൽ മനസ്സിനെ സ്ഥിതി ചെയ്യിക്കണം. ആത്മാവ് ബാബയുടെ പ്രകാശം സ്വീകരിക്കണം. ശിവ് ബാബയിൽ നിന്നും സ്നേഹം, ശക്തി, ശാന്തി, ആനന്ദം, പവിത്രത ഇവയുടെ സുപ്രീം എനർജി അഥവാ സകാശ് ആത്മാവിൽ നിറയ്ക്കണം. ഇങ്ങനെ സമ്പന്നമായ ആത്മാവിൽ നിന്നും വരുന്ന വൈബ്രേഷൻസ് സ്വതവേ തന്നെ സ്വാഭാവികമായി ശ്രേഷ്ഠം ആയിരിക്കും. ബാബയിൽ നിന്നും സ്വീകരിക്കുന്ന സകാശിന്റെ പ്രയോഗം പല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. ബാബയിൽ നിന്നും സകാശ് സ്വീകരിച്ച് സ്വയം തൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും. ബാബയിൽ നിന്നുമുള്ള സകാശ് മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും സ്വച്ഛമാക്കും. സകാശിലൂടെ ലൗകികവും അലൗകികവുമായ പരിവാരത്തിൻ്റെ സേവനം ചെയ്യുവാൻ സാധിക്കും. മനോവിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശാന്തിയുടെയും ശക്തിയുടെയും സകാശ് നൽകി അവരെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുവാൻ സാധിക്കും. പ്രകൃതിയിലെ 5 തത്വങ്ങൾക്കും സകാശ് നൽകുവാൻ സാധിക്കും. സകാശിലൂടെയുള്ള സേവനം ചെയ്യുന്നതിനു വേണ്ടി തൻ്റെ സ്ഥിതി ഉയർന്നതാക്കി വയ്ക്കണം. യോഗയുക്തം ആയിരിക്കണം. ബാബയിൽ നിന്നും സകാശ് എടുത്ത് വിശ്വത്തിൽ സകാശ് വ്യാപിപ്പിക്കുന്നതിൻ്റെ മാധ്യമമായി മാറണം. സകാശിലൂടെ സേവനം ചെയ്യുന്നത് ആത്മാവിൽ പുണ്യം ശേഖരിക്കുവാനുള്ള ഉപാധി കൂടിയാണ്. ഓം ശാന്തി.